ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു കൂൺ കറിയാണ്. അതിനായിട്ട് നമ്മളിതാണ് കൂണാണിത്. നമ്മളിവിടെ കുമിലെന്നും കൂടി പറയും. ഇത് നമ്മൾ കൂണിങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പല രീതിയിലുള്ള കൂണുകളുണ്ട്, 3-4 ടൈപ്പ് കുമിലുണ്ട്. നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. ഇതാ ഇതുപോലെ ഉണ്ടാവും. ഇനി കറിക്ക് വേണ്ട ഐറ്റംസാണ് 3-4 പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ ഒരു ഉള്ളിയാണ്. ഒരു ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലെയിം ഓൺ ആക്കലാണ്. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയാണ്, നമ്മൾ കറിയിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് ടേസ്റ്റ് കൂടും. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്, ഓയിലിനെയും കാട്ടി ഹെൽത്തിയും കൂടിയാണ്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഉള്ളി, കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് 3-4 പച്ചമുളകും, കുറച്ചാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്, പിന്നെ കറിവേപ്പില. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെക്കാം. ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു രീതിയിലൊന്ന് വാടി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത കുമിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കുമിൽ തന്നെ പറയുന്നതുകൊണ്ട് അതന്നെ ആയിപ്പോകുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ മല്ലിപ്പൊടിയാണ് കേട്ടോ. 3 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മുളക് പൊടിയാണ്. 3 സ്പൂണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി എടുക്കാം. പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എല്ലാവരുടെയും ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം. കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വരട്ടിയ പോലത്തെ ഒരു കറിയാണ് ആക്കുന്നത്. അപ്പോൾ അതാണ് കുറച്ചും കൂടി ടേസ്റ്റും കൂടുതൽ. അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിൻ്റെ കുറച്ച് കുറവില്ലതുകൊണ്ട്, കുറച്ച് കളറിൻ്റെ ഒരു ഇതിലുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെക്കാം. 10-25 മിനിറ്റോളം ഇത് വേവാൻ വേണം. കുറച്ച് കൂടുതലാണ്. അതിനുശേഷം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ കറിയുടെ കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വരട്ടിയ ഒരു കറിയാണിത്. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.